അമേരിക്കയുടെ എൻ്റയർ ഫൈനാൻഷ്യൽ സിസ്റ്റം നിലകൊള്ളുന്നത് ഒറ്റ സംഭവത്തിലാണ്. ഇറ്റ്സ് പെട്രോൾ ഡോളർ. വെനീസ്വേലയിൽ ഫാൾസ് അലിഗേഷൻസ് ഉണ്ടാക്കി അവരുടെ ഓയിൽ റിസോഴ്സ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. സ്വന്തം കറൻസിയിൽ ഓയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ അമേരിക്കയുടെ കണ്ണിൽ ഒരു നോട്ടപ്പുള്ളികളായത്. Then it's just a matter of time before America captures Venezuela. And yes, that's what happening now. കഴിഞ്ഞ വർഷം 9-10% ഡീഡോളറൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഡോളറിൻ്റെ മൂല്യം ഇടിയോ എന്നുള്ളൊരു ഭയം, ലോകത്തിന് മേലുള്ള തങ്ങളുടെ അധികാരം ഇല്ലാണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ഭയമാണ് അമേരിക്ക ഇതുവരെ കളിച്ചിട്ടുള്ള ഓരോ കളികളും. ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സദ്ദാം ഹുസൈന് മുതൽ ഇന്നിതാ മാദുറ വരെ എത്തി നിൽക്കുന്നു. ആരൊക്കെ അമേരിക്കയെ എതിർത്തിട്ടുണ്ടോ അവരെല്ലാം വീണിട്ടേയുള്ളൂ. വീണതല്ല, വീഴ്ത്തിയതാണ്. ഇസ്ലാം ടെററിസം പോലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കളികളാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും എന്നെനിക്കറിയില്ല. അവർ ലോകത്തോട് പറയാതെ പറഞ്ഞൊരു സംഭവമുണ്ട്, ദാറ്റ് ദേ ആർ ദി മോസ്റ്റ് പവർഫുൾ. ലോകം തങ്ങളുടെ കാൽ കീഴിലാണ്. ഈ കാണുന്ന റിലീജിയൻ, ഹ്യൂമൻ റൈറ്റ്സ്, ജോഗ്രഫി എക്സെട്ര ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് തന്നെ ഒരു ബിഗ് കവർപ്പിന് വേണ്ടിയിട്ടാണ്. ടു പ്രൊട്ടക്ട് അമേരിക്കാസ് എക്കണോമി, ടു പ്രൊട്ടക്ട് ദെയർ ഫൈനാൻഷ്യൽ സിസ്റ്റം, ലോകത്തിന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. അമേരിക്ക പവർഫുൾ ആവാൻ കാരണം അവർ ശരിയായത് കൊണ്ടല്ല, ലോകം അവരുടെ സംവിധാനത്തിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് ഇഫ് എവറി നേഷൻ സ്റ്റാൻഡ് ടുഗെദർ, എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിച്ച് നിന്നാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഇത് രണ്ട് പേര്. ജസ്റ്റ് ഇനോഷ്യ തിങ്സ്.